ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഇത് തന്നു, എക്സ്പ്ലനേഷൻ തന്നു. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി പഠിക്കുന്നതാണ്. ദെൻ മാക്രോ എക്കണോമിക്സ് ഇറ്റ് സ്റ്റഡീസ് അഗ്രഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. ഇത് ഒരുപാട് യൂണിറ്റുകളെ പറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്നിനെ പറ്റിയല്ല, കുറേനെ പറ്റി പഠിക്കുന്നത്. സെക്കൻഡ് വൺ ഇറ്റ് ഡീൽസ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ ഇൻഡിവിജ്വൽ മാർക്കറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിലുള്ള പ്രൈസിനും ഒരു പർട്ടിക്കുലർ ഫേമിൻ്റെ പ്രൈസ് പ്രോഡക്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്ത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ബട്ട് മാക്രോ എക്കണോമിക്സ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദ കൺട്രി. അപ്പോൾ മൊത്തത്തിലുള്ള പ്രൈസ് നമ്മൾ നാഷണൽ ലെവലിൽ നാഷണൽ എത്ര ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളതും നാഷണൽ ലെവലിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെയെന്നുള്ളതുമാണ് എന്തിൽ പറയുന്നത്, മാക്രോയിൽ പറയുന്നത്. തേർഡ് വൺ ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഫേം ഓർ ഇൻഡസ്ട്രി ഇൻ അച്ചീവിങ് ഒപ്റ്റിമം സിറ്റുവേഷൻ. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മൾ മൈക്രോയിൽ പറയുന്നത് എവിടെയാണോ ഒരു കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് ഇൻഡസ്ട്രീസിന് അവരുടെ മാക്സിമം കിട്ടുന്നത്, അതാണ് മൈക്രോയിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. നേരെ മറിച്ച് മാക്രോയിൽ ഇറ്റ് ഹെൽപ്സ് ദ എൻറ്റയർ എക്കോണമി ടു അച്ചീവ് ഒപ്റ്റിമം സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇതൊരു ഫേമിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മളത് മൊത്തം ഇന്ത്യൻ എക്കണോമിക് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ഔട്ട്പുട്ടും ഇൻകവും കിട്ടുന്ന സിറ്റുവേഷൻ ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്രോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ ഫോക്കസ് ഈസ് ഓൺ പ്രൈസ്. മൈക്രോയിൽ നമ്മളെപ്പോഴും ഫോക്കസ് കൊടുക്കുക എന്തിനായിരിക്കും, പ്രൈസിനായിരിക്കും. നേരെ മറിച്ച് ഇൻ മാക്രോ എക്കണോമിക്സ് ദ ഫോക്കസ് ഈസ് ഓൺ ഇൻകം. ഇൻകത്തിനാണ് എന്ത് കൊടുക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്. എയിംസ് അറ്റ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ്. എയിംസ് അറ്റ് ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ മൈക്രോയിൽ എന്താണ് മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസിനാണെങ്കിൽ മറ്റേടത്തിൽ എന്താണ് ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. മുഴുവനായിട്ട് എന്ത് ചെയ്യുക, നമ്മളത് യൂസ് ചെയ്യുക. മറ്റേത് മാക്സിമം ഉപയോഗിക്കുക, ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ള മീനിങ്. അപ്പോൾ ഇത് രണ്ട് സ്ലൈഡ് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വേറെ ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, ഒരുമിച്ച് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. താങ്ക് യു.